എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ കേരള PSC അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ഡേറ്റ്സ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 5 മുതൽ 19 വരെ വിവിധ സ്ലോട്ടുകളിലായിട്ടാണ് ഈ ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി തന്നെ ഈ പോസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികൾക്ക് ഇതിൻ്റെ ഇൻറ്റിമേഷൻ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഇന്റർവ്യൂവിന് വേണ്ടി ആ ഇന്റർവ്യൂ ബോർഡ് കൊടുക്കാൻ സാധ്യതയുള്ള മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? കാരണം ഒരു ഇന്റർവ്യൂ, കാരണം പല കുട്ടികളും നമ്മൾ നേരിട്ട് വിളിച്ച് ചോദിക്കുന്നതാണ് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് കേരള PSC ആണ്. കേരള PSCയുടെ ആ ഇന്റർവ്യൂ ബോർഡിൽ ഒരു മിനിമം 3 പേരെങ്കിലും ഉണ്ടാവും. ഒന്നൊരു PSCയുടെ മെമ്പർ ആയിരിക്കും, ഒന്ന് ഇൻഡസ്ട്രി എക്സ്പേർട്ട് അല്ലെങ്കിൽ നമ്മുടെ കോളേജസിലുള്ള ഒരു സീനിയർ ഫാക്കൽറ്റിയോ ഒരു പ്രൊഫസറോ ആയിരിക്കും. ഓഫ് കോഴ്സ് നമ്മുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ടാവും, അതായത് ഒരു സാറോ മാഡോ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ഒരുപാട് ഏരിയ, അതായത് വാസ്റ്റ് ആയിട്ടുള്ള എന്ത് വേണോ അവർക്ക് ചോദിക്കാം. അതായത് ഒരു BTech ക്വാളിഫിക്കേഷനുള്ള ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTechോ BEയോ ഉള്ള ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട എന്ത് കാര്യം വേണോ അവർക്ക് ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും അവരത് കണ്ടക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത് പഠിക്കണം ഇന്നത് പഠിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ഓവറോൾ ഐഡിയ എല്ലാത്തിനെ കുറിച്ചും ഉണ്ടായിരിക്കണം. എന്നാലും നമ്മൾ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് സബ്ജക്ട് വൈസ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി സെക്ടറിനെ കുറിച്ചാണെങ്കിലും റൂൾസ് ആണെങ്കിലും പല ആക്ടുകളെ കുറിച്ചാണെങ്കിലും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒപ്പം ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ പോകാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണോ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളൊരു ഫ്രീ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടാവും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ഏകദേശം 119 പേരാണ് ഈ ഇന്റർവ്യൂവിന് വേണ്ടി വരാൻ പോകുന്നത്. അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പെട്ടിരിക്കുന്നത് 119 പേരാണ്. അതിൽ ഇത്ര പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും ഒന്ന് നോക്കിയേക്കാം, നിങ്ങളുടെ ആ ഷോർട്ട് ലിസ്റ്റ് തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്ക് സെക്യൂർഡ് ബൈ ദി ലാസ്റ്റ് കാൻഡിഡേറ്റ് ഇൻ ദി മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 54.67 ആണ്. അപ്പോൾ ആ മെയിൻ ലിസ്റ്റിൽ 54.67 ആണ്. അതിന് മുകളിലോട്ടുള്ളവർക്കാണ് അതിന് മുകളിലോട്ട് മാർക്ക് ഉള്ളവർക്കാണ് ആ മെയിൻ ലിസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്റർവ്യൂവിന് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ ഫൈനൽ റാങ്കിനെയും അപ്പോയിൻമെൻറ്റിനെയും അതുപോലെ ഫ്യൂച്ചറിനെയൊക്കെ തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, അത് എത്ര കുറവ് ദിവസങ്ങളാണെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക. അതായത് നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 100% ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവരെല്ലാം ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ്. അപ്പോൾ അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു ജെന്യുവിൻ അറ്റംപ്റ്റ്, നമ്മളുടെ നോളജ് ലെവലിൽ നിന്നുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ ഒരു ഐഡിയ അവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഒരു ഇന്റർവ്യൂ കോഴ്സിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ചോദ്യങ്ങളും കുറേ ആൻസേഴ്സും അല്ല. ഓരോ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്ന് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, ആ രീതിയിലാണ് നമ്മുടെ ഈ കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിന് തന്നെ നമ്മളെല്ലാ കോഴ്സുകളും പോലെ തന്നെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള വീഡിയോ സെഷൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അതിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓവർവ്യൂ, ഒരു ഇൻസൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് ഇന്റർവ്യൂവിന് ഏത് ജോലിക്ക് പോകണം, അത് പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, പബ്ലിക് സെക്ടർ ആയിക്കോട്ടെ, ഈവൻ PSC ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ പോകുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ബേസിക് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണോ ചോദിക്കാൻ പറ്റും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോർ ടോപ്പിക്സിൻ്റെ, അതായത് നമ്മുടെ കോർ സബ്ജക്ട്സ് ആയിട്ടുള്ള പവർ സിസ്റ്റം ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ മെഷീൻസ് ആയിക്കോട്ടെ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് നമ്മൾ പറയുന്നുണ്ടാവും. അതിൻ്റെ വീഡിയോ സെഷൻസും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ആ രീതിയിലായിരിക്കും നമ്മൾ ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുക. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക. അല്ലാതെ കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാം പഠിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ടെൻഷനോടെ അല്ല. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടാണ് ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടത്. ആ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് പ്ലാറ്റ്ഫോമാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഗൈഡൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ
വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോയുടെ താഴെ തന്നെ ഈ ഇൻ്റർവ്യൂ കോഴ്സ്, ഇതൊരു ഫ്രീ ഇൻ്റർവ്യൂ കോഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു ഫ്രീ ആക്സസ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണം. ഒപ്പം നിങ്ങൾ ഈ പറയുന്ന ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്യുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ഫ്രീ ആക്സസ് ഉണ്ടാവും. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട, ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ മാത്രം ദയവ് ചെയ്ത് ഈ ഇൻ്റർവ്യൂ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓവറോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കുക, അതിൽ നെറ്റിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് കിട്ടും, ഇൻ്റർവ്യൂ ക്വസ്റ്റൻസ് ആയിട്ടും ഒക്കെ. അതെല്ലാം മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രീ ടൈമിൽ റെഫർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി വേണം പോകാനായിട്ട്. മാക്സിമം ആ ബോർഡിന് തരാൻ സാധിക്കുന്ന മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും അപ്ഡേറ്റ് വീഡിയോസുമായിട്ട്, അതായത് ഇൻ്റർവ്യൂ കോഴ്സിൻ്റെ തന്നെ അപ്ഡേറ്റ് വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിനെല്ലാം തന്നെ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഒപ്പം നമ്മുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു വളരെ നല്ല രീതിയിൽ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ പെർഫോം ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.